1984 ഏതാനും ചില സിനിമകളിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ടെന്നല്ലാതെ അതുകൊണ്ട് ജീവിക്കാനെന്നുള്ള ഒരു സംഭവമായിട്ടില്ല. ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു പ്രണയമുണ്ടായി. ഈ സാമ്പത്തികമൊന്നും നോക്കിയിട്ടില്ലല്ലോ പ്രണയിക്കുന്നത്. അങ്ങനെ ഞാനൊരു ദിവസം ഇന്നസെന്റിനോട് പറഞ്ഞു, ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണമാണ്. പുള്ളി എൻ്റെ കയ്യിൽ ഒരു 400 രൂപ തന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ലല്ലോ, ഇത് എവിടുന്ന് ഈ 400 രൂപ കിട്ടി? അപ്പോൾ പുള്ളി പറഞ്ഞു, ആലീസിന്റെ വള. അപ്പം എൻ്റെ ബന്ധുക്കളെയൊക്കെ ഞാൻ വീട്ടിൽ അവിടെ ഒരാളെ വിളിച്ചു പറയുകയും ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് അവരെയൊക്കെ വിവരം പറയുകയും ചെയ്തു. ആരും വരണ്ട, വരാതിരിക്കാനാണ് ക്ഷണിക്കുന്നത് എന്നുള്ള മട്ടിലായിപ്പോയി. അവരുടെ കഴുത്തിലൊരു താലി കെട്ടണം, സ്വർണത്തിന്റെ താലി കെട്ടണം. ഞാൻ പറഞ്ഞു, സ്വർണത്തിന്റെ താലി കെട്ടാൻ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, നടക്കില്ല, അതില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരുപാട് വാശി പിടിച്ചു. അപ്പം നേരെ ഞാൻ മമ്മൂട്ടിയുടെ അടുത്ത് പോയി. രാത്രിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നാളെ എൻ്റെ കല്യാണമാണ്, നാളെ റെയിൽ സർവീസിൽ വെച്ചിട്ട് ആരെയും ക്ഷണിക്കുന്നൊന്നുമില്ല, എനിക്കൊരു 2000 രൂപ വേണം, ഒരാവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2000 രൂപ അദ്ദേഹം തന്നു. എന്നൊരു കല്യാണത്തിന് ഞാൻ വരും. ഞാൻ പറഞ്ഞു, കല്യാണത്തിന് വരരുത്. അങ്ങനെ ഞാൻ ഇതുകൊണ്ട് സ്വർണത്തിൻ്റെ ഒരു താലി വാങ്ങിച്ചു. രജിസ്റ്റർ ഓഫീസിൻ്റെ വരാന്തയിൽ വെച്ചാണ് ഞാനത് എൻ്റെ ഭാര്യയായ അവരുടെ കഴുത്തിൽ കെട്ടുന്നത്. ഒരു ക്രിസ്ത്യാനി തന്ന 400 രൂപ, മുസ്ലിമായ മമ്മൂട്ടി തന്ന രൂപയ്ക്ക് ഹിന്ദുവായ പെൺകുട്ടിയുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ സ്വർണത്താലി. എന്ത് മതം, ആരുടെ മതം, എവിടെയുള്ള മതം, ഒന്നിലും നമ്മൾ വിശ്വസിക്കാതിരിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ എല്ലാത്തിലും വിശ്വസിക്കണം. ഒരു മാസത്തിനകം കുട്ടിയുണ്ട്. ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്. എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. റുമേനിയയിലും മറ്റൊന്നല്ല സംഭവിച്ചത്. ജർമ്മനിയെ നിങ്ങൾ തകർത്തു. പക്ഷെ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും അങ്ങനെ ഊണായിട്ടൊന്നുമില്ല. വല്ല കാക്കയോ പൂച്ചയോ അടിച്ചു വന്നു ചുട്ടിരുന്നു. പിന്നാലെ വരുന്നുണ്ട്. ചന്തയിൽ ചരക്കൻ കിട്ടി കാളനെ കുളിപ്പിച്ച് ഒരു മുത്തം തരാൻ പാടില്ലാതൊന്നും അന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ല. കള്ളപ്പന്നി. ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾ കൊക്കക്കോളക്കെതിരാണ്. നിങ്ങൾ കാരണം ഇത് നാട്ടുപാട്ടായത്. ഇപ്പൊ ഒരുത്തനും സ്വയം തരുന്നില്ല. നിങ്ങളുടെ പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. MT അല്ല, MT ഒന്നും ന്യൂ ജനറേഷൻ അല്ലല്ലോ. ഞാൻ NP അംബുജാക്ഷൻ. ഒരു മാസത്തിനകം